നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ അച്ഛനും മകനും കുത്തേറ്റു. തിരുത്തിപ്പറമ്പ് കനാൽ പരിസരത്ത് ബുധനാഴ്ച രാത്രിയാണ് സംഭവം. അയൽവാസികൾ തമ്മിലുള്ള വാക്ക് തർക്കമാണ് അക്രമത്തിന് വഴിവെച്ചത്. വടക്കാഞ്ചേരി പോലീസ് പ്രതികളുമായി സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. വടക്കാഞ്ചേരി അകമലയിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്ത് അനധികൃത മണ്ണെടുപ്പ് നിർമ്മാണം റവന്യൂ അധികൃതർ തടഞ്ഞു. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. MLA-യുടെയും ഇടതുപക്ഷത്തിന്റെയും മൗന അനുവാദത്തോടെയാണ് പ്രവർത്തനമെന്ന് DCC സെക്രട്ടറി K. അജിത് കുമാർ ആരോപിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ബജറ്റ് അവതരണം നടത്തി. കാർഷിക മേഖല, പശ്ചാത്തല മേഖല, കുടിവെള്ളം, സാമൂഹ്യനീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് ബജറ്റ്. കാഞ്ഞിരക്കോട് മക്കൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയെ നാട്ടുകാരും വാർഡ് മെമ്പറും പോലീസും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശിനി 68 വയസ്സുള്ള തങ്കുവിനെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇടിച്ചു തകർത്തു. വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. ചെറുതുരുത്തി സ്വദേശിയായ യുവാവ് ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. യുവാവിന് നിസ്സാര പരിക്കേറ്റു.